പത്തനംതിട്ട വലഞ്ചുഴിയിൽ 14-കാരി ആവണി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസി ശരത്തിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം. ലഹരിമരുന്നിനടിമയായ ശരത്ത് മകളെ ശല്യം ചെയ്തിട്ടുണ്ടെന്നും ഇക്കാര്യം പോലീസിൽ അറിയിച്ചെന്നും ആവണിയുടെ പിതാവ് വി പ്രകാശൻ പറഞ്ഞു. ശരത്ത് തന്നെ മർദ്ദിക്കുന്നത് കണ്ടാണ് ആവണി ആറ്റിൽ ചാടിയതെന്നും പിതാവ് പറഞ്ഞു. എന്നെ വന്ന് വിളിച്ചു, ഫോൺ ചെയ്ത് വിളിച്ചു. ഞങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, പറയുന്നു അതിൻ്റെ മോനുമായിട്ട് അതിൻ്റെ വഴക്കൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ആവണിയെ ചീത്ത വിളിക്കുക, എൻ്റെ മോളെ ചീത്ത വിളിക്കുന്നത് ഞാൻ കാണുന്നത്. ഈ ശരത്തെന്ന് പറഞ്ഞ പയ്യൻ. അപ്പോൾ ഞാൻ അവനെ അടിച്ചു. അപ്പോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ 3-4 പേര് അടിക്കുമായിരുന്നു എന്നെ, അയാളുടെ കൂട്ടുകാർ. അന്നേരം ഈ ആവണി എടുത്ത് വെള്ളത്തിൽ ചാടുന്നു. അതിനെ വെള്ളം അടിച്ചതാണ്, സഹോദരനെ അടിച്ചത്. അതായത് ആവണിയുടെ ആങ്ങളെ 21 വയസ്സുണ്ടെങ്കിൽ അവനെ തെറ്റി പോലീസുകാരൊക്കെ ഒത്തിരി കേസും വഴക്കൊക്കെ ഉള്ളൊരു പയ്യാണ്. വലിയ പിന്നാലെ ഇപ്പോൾ ഈ ഉത്സവ സമയമാകുന്നുണ്ട്, ഇവൻ മദ്യപാനം അത് മാത്രമല്ല, ഇവന് മയക്കുമരുന്നിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു പരിപാടിയുണ്ട്, അങ്ങനെ കേസൊക്കെ ഉണ്ട് എൻ്റെ പേര്. അത് വെച്ചാൽ ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്കിത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. സംഭവത്തിൽ ശരത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ലഹരിയുടെ ഒരു ഇര കൂടിയാണ് ഈ പെൺകുട്ടി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് കൂടുതലായി എന്തൊക്കെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്? അനുജ, ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു പത്തനംതിട്ട വലഞ്ചുഴി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ആറ്റിൽ ചാടി അഴൂർ സ്വദേശിനി ആവണി മരിച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ആരോപണം കുടുംബം ഉന്നയിച്ചു. അങ്ങനെയാണ് ഇന്ന് രാവിലെ പത്തനംതിട്ട പോലീസ് അയൽവാസിയായ ശരത്ത് എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിന് പിന്നാലെ പോലീസ് FIR-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഉത്സവം കാണാൻ ബന്ധുക്കളോടൊപ്പം പോവുകയായിരുന്നു ആവണി. അതിനിടയിൽ ആവണിയുടെ പേര് പറഞ്ഞ് ആവണിയുടെ സഹോദരനെയും പിതാവിനെയും ശരത്തും സംഘവും മർദ്ദിച്ചു. ഇതിന്റെ മനോവിഷമത്തിൽ ആവണി അച്ചൻകോവിൽ ആറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ FIR. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ ശരത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരുന്നത്. ആവണിയുടെ പിതാവ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യമനുസരിച്ച് മുൻപും സമാനമായ രീതിയിൽ ആവണിയെ ശല്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. 1 വർഷം മുൻപ് അങ്ങനെ ശല്യം ചെയ്തപ്പോൾ പോലീസിൽ വിവരമറിയിക്കുകയും പിന്നീട് പോലീസ് അത് പറഞ്ഞു വിലക്കി അവസാനിപ്പിക്കുകയുമായിരുന്നു. മാത്രമല്ല, ശരത്തിന്റെ ഒപ്പമുണ്ടായിരുന്നവരും തങ്ങളെ മർദ്ദിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ആവണിയുടെ പിതാവ് വി പ്രകാശൻ പറയുന്നുണ്ട്. മാത്രവുമല്ല, ശരത്ത് ലഹരിമരുന്നിന് അടിമയാണെന്നും മുൻപ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇവരുടെ കുടുംബത്തിന് ആരോപണമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് വിവരശേഖരണം നടത്തിവരികയാണ്. ശരത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യലിലൂടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളും കിട്ടുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരത്തിന്റെ അറസ്റ്റ് അത് ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളും പത്തനംതിട്ട പോലീസ് നടത്തിവരികയാണ്. അനുജ, പത്തനംതിട്ട വലഞ്ചുഴിയിലാണ് 14-കാരി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസി ശരത്തിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ലഹരി മരുന്നിന് അടിമയാണ് ഇയാൾ. മകളെ സ്ഥിരമായി ശല്യം ചെയ്തിരുന്നു. ഇക്കാര്യം പോലീസിൽ അറിയിച്ചു. തുടർന്ന് തങ്ങളെ മർദ്ദിക്കുന്നത് കണ്ട് ഈ പെൺകുട്ടി ആറ്റിൽ ചാടുകയാണ് എന്നുള്ളതാണ് പിതാവ് പറഞ്ഞത്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളുടെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകിയത്.